അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം 10 ആശൂറയിൻ്റെ പകലിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഉള്ളത്. നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ്. നോമ്പുകാരല്ലാത്തവരായിട്ട് അശുദ്ധിയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും രോഗം ബാധിച്ചിട്ടുള്ള ചില ആളുകളൊക്കെ നോമ്പില്ലാത്തവരുണ്ടാവുകയുള്ളൂ. എന്നാൽ കൂടുതൽ ആളുകളും ഇന്ന് നോമ്പുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ. അതിന് അർഹമായ പ്രതിഫലം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിൻ്റെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും. ഇന്നത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു തആല ബഹുമാനിച്ചൊരു ദിവസമാണ്, ആദരിച്ചൊരു ദിവസമാണ്. കാരണം നമുക്കറിയാം ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഇന്നത്തെ ദിവസം ദുആ ചെയ്യുന്ന ദുആക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇജാബത്ത് നൽകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സൂറത്ത് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ മഹത്വമേറിയ ഒരു സൂറത്താണിത്. ഈ സൂറത്ത് നമ്മൾ ഒരു വട്ടം ഓതിക്കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്, സാമ്പത്തിക ഐശ്വര്യം ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക ഐശ്വര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ നടത്തി തരുകയും ചെയ്യും. മാത്രമല്ല, ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതുന്ന ആളുകൾക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു തആല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കില്ല. സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം അവർക്ക് നൽകും. കടങ്ങൾ ഒരിക്കലും അവരുടെ മരണം വരെ ഉണ്ടാകില്ല. കടം എന്നുള്ളത് നാം എല്ലാവരും വളരെയധികം പേടിക്കുന്ന ഒന്നാണ്. എന്നാൽ നമ്മുടെ മരണം വരെ നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. മാത്രമല്ല, മരണം വരെ നമുക്ക് ജീവിക്കാനാവശ്യമായ ഒരു കാര്യത്തിനും ഒരു കുറവും അല്ലാഹു സുബ്ഹാനഹു തആല വരുത്തില്ല. അതല്ലേ നമുക്ക് വേണ്ടത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതിയാൽ മതി. മാത്രമല്ല, നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെങ്കിൽ, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ സൂറത്ത് ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഈ പരിശുദ്ധമായ മുഹറം 10 ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തരും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല ജോലി അവസരങ്ങൾ നൽകിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് അവസരങ്ങൾ കിട്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ. ഏത് മാർഗമാണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ പോലും ചിന്തിക്കാത്ത ഭാഗത്തിലൂടെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സമ്പത്ത് നൽകുന്നത്, പണം നൽകുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഈ സൂറത്ത് പതിവായി ഒരു വട്ടം ഓതുന്നവർക്ക് അവരെ തേടി പണം വരുമെന്നാണ്, അവരെ തേടി സമ്പത്ത് വരുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും തന്നെ ഇന്നത്തെ ഈ ദിവസം ഈ സൂറത്ത് ഓതാൻ മറക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള, നല്ല ആഫിയത്തുള്ള, രോഗത്തിൽ നിന്നും മുക്തി ലഭിച്ച, സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തുമുള്ള നല്ലൊരു ദീർഘായുസ്സുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും മരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു തആല മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി തഖ്വയോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ മുഹറം 10 ഈ നോമ്പിൻ്റെയും ബറക്കത്ത് കൊണ്ട് അവരുടെയും നമ്മുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇന്നലെ ഈ മുഹറം 10 രാവിൽ ഒരുപാട് പരിശുദ്ധ ഖുർആൻ ഓതിയവരാണ്, ദിക്റുകൾ ചൊല്ലിയവരാണ്, സ്വലാത്തിനെ അധികരിപ്പിച്ചവരാണ്, ദുആ ധാരാളം ചെയ്തവരാണ്, തസ്ബീഹ് ചൊല്ലിയവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്ത എല്ലാ അമലുകളും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അതിന് അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച, ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ ഒരുപാട് ശത്രുക്കളെയും മറ്റുമൊക്കെ പരാജയപ്പെടുത്തിയ, ഒരുപാട് അമ്പിയാക്കന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, സന്തോഷവും സമാധാനവും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങളും നൽകിയ ഒരു ദിവസവുമാണ് ഈ പരിശുദ്ധമായ ഈ മുഹറം 10 ദിവസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. നമ്മൾ ഇന്നത്തെ ഈ ദിവസം ഒരിക്കലും പാഴാക്കി കളയരുത്. അതായത് നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത്, എന്തെല്ലാം ദുരിതത്തിലാണ് പലരും കഴിയുന്നത്, എന്തെല്ലാം ഇടങ്ങേറിലും ബുദ്ധിമുട്ടിലും പ്രതിസന്ധിയിലുമാണ് പലരും കഴിയുന്നത്. പലർക്കും പല മാരകമായ രോഗങ്ങളും പിടിപെട്ട് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ദാരിദ്ര്യം പിടിപെട്ട് ജീവിതം തന്നെ മടുത്ത് ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യമുണ്ട്. എന്നാൽ അതൊക്കെയും ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല. അത്തരത്തിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയമുണ്ടാകുവാനും നിങ്ങൾ മറക്കാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ മുതലെടുക്കുക. അതായത് ഇന്നത്തെ ദിവസം നമ്മൾ ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കുക. നമ്മൾ മനസ്സറിഞ്ഞ് നല്ല വിശ്വാസത്തോടുകൂടി നല്ല ഇഖ്ലാസോടുകൂടി എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് വളരെ താഴ്മയോടുകൂടി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും ഇന്നത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു സ്വതക്ക എന്തെങ്കിലും കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റിയ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോയി ആ നേർച്ചപ്പെട്ടിയിലെങ്കിലും നിങ്ങളൊരു 10 രൂപയെങ്കിലും ഇട്ട് നിങ്ങൾ ആ സ്വതക്കയുടെ പ്രതിഫലം കരസ്ഥമാക്കുക. കാരണം പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ദിവസം നമ്മൾ സ്വതക്ക കൊടുക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു തആല എത്രയോ ഇരട്ടിയാണ് പ്രതിഫലം നൽകുന്നത്. നമ്മൾ ഇന്നൊരു 100 രൂപ സ്വതക്ക കൊടുത്താൽ അതിന് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല 10,000 രൂപയായിരിക്കും തിരിച്ചു തരിക. അല്ലെങ്കിൽ അതിൽ കൂടുതലോ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചു നൽകും. മാത്രമല്ല നാളെ പരലോകത്തും അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകുക. അതുകൊണ്ട് സ്വതക്ക കൊടുക്കുന്നതിൽ ആരും മടി കാണിക്കേണ്ട. അത് നമുക്ക് തന്നെ വലിയ ഒരു നേട്ടമായി അല്ലാഹു സുബ്ഹാനഹു തആല തിരിച്ചു നൽകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ കൂലി കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണം. അതായത് നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാകില്ല. ഒരു വർഷത്തിന് നമുക്ക് ഭക്ഷണത്തിനൊരു കുറവും അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. എന്താണ് കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ ഇന്ന് അവർക്ക് വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക. മറ്റുള്ള ദിവസത്തിൽ നമ്മൾ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനേക്കാൾ നമ്മൾ ഒന്നും കൂടി സ്നേഹം വർദ്ധിപ്പിച്ച് അവരോട് പെരുമാറുക. മക്കളോട് എന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളോട്, ഭാര്യയോട്, പെങ്ങന്മാരോട്, ജ്യേഷ്ഠ അനുജന്മാരോട്, സമൂഹത്തിൽ എല്ലാവരോടും നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി നല്ല പെരുമാറ്റത്തോടു കൂടി വേണം ആരുമായിട്ടും നമ്മൾ പെരുമാറാൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്തു കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിന്നീട് നിങ്ങളുടെ ഓരോ ദിവസത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല വിശാലത ചെയ്യും. അതായത് നിങ്ങൾക്ക് പിന്നീട് ദാരിദ്ര്യമുണ്ടാകില്ല, ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല, സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, സ്നേഹമുണ്ടാകും. എന്നാൽ അതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ
ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വിശാലത ചെയ്യണം, സ്നേഹത്തോടു കൂടി നിങ്ങളുടെ കുടുംബത്തിൽ പെരുമാറണം, നല്ല ഐക്യമുണ്ടാകണം, സമാധാനമുണ്ടാകണം. എന്നാൽ അത് ഇനിയുള്ള ദിവസങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ധാരാളം ദിക്ർ ചൊല്ലുന്നത് അധികരിപ്പിക്കണം, പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യണം, സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കണം, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കണം. കാരണം അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കുകയും അതിന് എത്രയോ ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകുന്നതുമാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട്, ഭാര്യ മരണപ്പെട്ടവരുണ്ട്, ഭർത്താവ് മരണപ്പെട്ടവരുണ്ട്, മക്കൾ മരണപ്പെട്ടവരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു യാസീൻ ഓതിയെങ്കിലും നിങ്ങൾ ദുആ ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു യാസീൻ അവർക്ക് വേണ്ടി ഓതി നിങ്ങൾ ദുആ ചെയ്യുക. കാരണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അതുപോലെ നമ്മുടെ ഉപ്പയൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. നമുക്ക് വേണ്ടിയിട്ട് അവർ ചില സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ ആ ഭക്ഷണം നമുക്ക് നൽകിയിട്ടുണ്ടാകും. മാത്രമല്ല അവരുടെയൊക്കെ ജീവിതത്തിലെ പല സുഖങ്ങളും സന്തോഷങ്ങളും അവർ മാറ്റിവെച്ച് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ സമയം ചിലവഴിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോൾ നല്ല പദവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ, നല്ല ബിസിനസ് ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെ നമ്മൾ നല്ല ഉയർച്ചയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയും കാരണം നമ്മുടെ മാതാപിതാക്കളായിരിക്കും. മാത്രമല്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാകും, അതൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അതൊന്നും അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ മറക്കരുത്, നന്ദിയില്ലാത്തവരാകരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുക. നമുക്ക് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് യാസീൻ ഓതുക. ഇത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു യാസീനെങ്കിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ മരണപ്പെട്ടു പോയവർക്ക് നിങ്ങൾ ഒരു യാസീൻ ഓതി ദുആ ചെയ്യുക. അതുപോലെ ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടും തൗബ ചെയ്യുന്നത് അധികരിപ്പിക്കണം. നാം എല്ലാവരും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്. അറിഞ്ഞുകൊണ്ടും അറിയാതെയും മറ്റുള്ളവർ കാണാതെ ഒളിഞ്ഞിരുന്നു കൊണ്ടൊക്കെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്. എന്നാൽ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ദിവസം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കും. വളരെ താഴ്മയോടുകൂടി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇന്ന് തൗബ ചെയ്തു നോക്കൂ. എന്നാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ തൗബയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കും. എത്ര ആളുകളുണ്ട് പലിശയിൽ ഏർപ്പെട്ടവരൊക്കെ. എന്നാൽ ആ പലിശയിൽ നിന്നും രക്ഷപ്പെടാനും പലിശ വാങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരാനും ഇന്നത്തെ ദിവസം നിങ്ങൾ നിർബന്ധമായിട്ടും തൗബ ചെയ്തു മടങ്ങുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ പരിശുദ്ധമായ മുഹറം ഈ 10 ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറാൻ, ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യമുണ്ടാകാൻ, നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാതിരിക്കാൻ നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു കാര്യം മഹാന്മാർ പറഞ്ഞ രീതിയിൽ ഒരുപാട് ആളുകളും ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ ഫലം കിട്ടിയ എത്ര അനുഭവങ്ങളുണ്ട്, ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള അത്രക്കും വലിയ മഹത്വമുള്ള പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവാക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സാമ്പത്തിക ഞെരുക്കമുണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല, ദാരിദ്ര്യമുണ്ടാകില്ല.
പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കുടുംബത്തിൽ ആർക്കൊക്കെ ചിലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുണ്ടോ അവർക്കാവശ്യമായ ഭക്ഷണം, വസ്ത്രം, മറ്റ് ചിലവുകൾ എല്ലാം നമ്മൾ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സമ്പത്ത് വേണം. നമ്മുടെ കയ്യിൽ പണം നിർബന്ധമാണ്. അതില്ലാത്തവർക്ക് ഒരു കുടുംബം നോക്കാൻ പറ്റത്തില്ല, കുടുംബത്തിലുള്ള സ്നേഹം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് വെറുപ്പായിരിക്കും, അവർക്കൊരു വിലയുണ്ടാകില്ല. മാത്രമല്ല, ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുവാൻ നിർബന്ധമായിട്ടും വേണ്ട ഒന്നാണ് സാമ്പത്തിക ഐശ്വര്യം. അതുകൊണ്ട് കയ്യിൽ ഒരു അണ പോലും ഇല്ലാതെ സാമ്പത്തിക ഞെരുക്കത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും, പ്രിയപ്പെട്ടവരെ, ഈ ഒരു സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതെയാക്കും, സാമ്പത്തിക ഞെരുക്കം ഇല്ലാതെയാക്കും, സാമ്പത്തിക ഐശ്വര്യം നൽകും. മാത്രമല്ല, നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്ത് ഉണ്ടാകുകയും ചെയ്യും. ഇനി ഏതാണ് ആ സൂറത്ത് എന്ന് ഞാൻ പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബലദ്. ഈ സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സാമ്പത്തിക ഐശ്വര്യം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഓതേണ്ടത്. നിത്യ ചിലവിന് പോലും കയ്യിൽ പണമില്ലാത്തവർ, കടങ്ങൾ ഉള്ളവർ, സ്വന്തമായിട്ട് വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ട് ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, ധാരാളം സമ്പത്തുണ്ടാകാൻ, വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം പതിവായി ഓതുക. മാത്രമല്ല, ഇനി സമ്പത്തുള്ള ആളുകളും ഈ സൂറത്ത് ഒരു ദിവസം പതിവായി ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ സമ്പത്തിൽ ബറക്കത്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് അവർക്ക് നഷ്ടപ്പെടില്ല. മാത്രമല്ല, അവരുടെ സമ്പത്ത് വീണ്ടും വീണ്ടും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റിത്തരും. ജീവിതത്തിൽ സാമ്പത്തിക ഐശ്വര്യം നൽകും. കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും. സാമ്പത്തികമായിട്ട് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നിറവേറ്റിത്തരും. മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ ആഖിറത്തിൽ, പരലോകത്തിൽ അതിന് വലിയ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും മറക്കാതെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതി ദുആ ചെയ്യുക. മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം പതിവായി ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും അല്ലാഹു വീട്ടിത്തരട്ടെ. കടങ്ങൾ കൊണ്ടുള്ള, ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണം നമുക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകാതിരിക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ. ഖൈറും ബറക്കത്തും നൽകട്ടെ. സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.